അസ്സലാമലൈക്കും. സഹോദരങ്ങളെ, മുനമ്പം വഖഫ് വിഷയമായി കൊണ്ട് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപ് കമ്മീഷണർ മുമ്പാകെ ഹാജരായി ഫാറൂഖ് കോളേജിന് വേണ്ടി വാദിക്കുകയുണ്ടായിരുന്നു. അത് അന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പക്ഷേ ചില വിഷയങ്ങളിൽ തിരക്കായതുകൊണ്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ഒന്ന് പ്രതികരിക്കാം എന്ന് കണക്കാക്കി അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ കമ്മീഷണർ മുമ്പാകെ ഹാജരായിക്കൊണ്ട് അദ്ദേഹം ഒരു മൈക്രോഫോൺ എടുത്തുകൊണ്ട് അതിൽ ഘോരഘോരം വാദിക്കുകയാണ്. ഫാറൂഖ് കോളേജിന്റെ 404.67 ഏക്കർ ഭൂമി അത് വഖഫല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭൂസംരക്ഷണ സമിതിയും മുനമ്പത്തെ താമസക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നവരും മായൻകുട്ടി മേത്തരുടെ ഈ പ്രസ്താവനയിൽ അവരൊക്കെ വളരെയേറെ സന്തോഷിക്കുകയുണ്ടായി. ഏറെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത് കമ്മീഷണർ അവർകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ, അച്ഛൻ ആഗ്രഹിച്ചതും പെണ്ണ്, അമ്മ പ്രസവിച്ചതും പെണ്ണ് എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ചിന്താഗതി തന്നെയാണ് കമ്മീഷണർക്കും ഉള്ളത്. അപ്പോൾ കമ്മീഷണർ വളരെയേറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്തോഷിക്കുകയുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ നിന്ന്, മുനമ്പം വഖഫ് തന്നെ എന്ന റിപ്പോർട്ടിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വഖഫ് എന്ന ഒരു വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭൂമി കൈമാറ്റത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് അത് ഇഷ്ടദാനമാണെന്ന് വ്യക്തമാകുന്നതായി ഫാറൂഖ് കോളേജ് അഭിഭാഷകൻ മായൻകുട്ടി മേത്തർ വാദിച്ചു. വഖഫ് എന്നൊരു വാക്ക് എന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഇസ്ലാമികമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വേണ്ടി ഞാൻ നൽകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാക്ക് വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ക്രയവിക്രയാധികാരമുള്ളത് എന്ന് പറയുമ്പോൾ ഇത് ഇഷ്ടദാനമാണ് എന്ന് വരുന്നു എന്നാണ് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നത്, വഖഫ് സ്ഥിരം കൈമാറ്റമാണെന്ന് അറിയാവുന്ന ഉടമ ക്രയവിക്രയ അധികാരം നൽകിയത് തന്നെ ഇതിന് തെളിവാണെന്ന് അഭിഭാഷകൻ കമ്മീഷന് മുൻപിൽ ബോധിപ്പിച്ചു. അപ്പോൾ ഇവിടെ സിദ്ദീഖ് സേഠ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് തലയിൽ വണ്ടി ഓടിയിട്ടാണോ ഈ വഖഫ് ഡീഡിൽ ക്രയവിക്രയാധികാരം എഴുതിയിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ പിന്നിൽ ഫാറൂഖിന്റെ ഒരു വലിയ വഞ്ചന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൊടും ചതിയാണ് ഫാറൂഖ് കോളേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തെളിവടക്കം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജലീൽ സാഹിബിന്റെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. ഫാറൂഖ് കോളേജ് എന്ന ഫക്കീർ കോളേജ് സിദ്ദീഖ് സേഠിനോട് ചെയ്തിട്ടുള്ള ചതിയും വഞ്ചനയും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന പുസ്തകത്തിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് പ്രൊഫസർ KA ജലീൽ. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിനകത്ത് 108-ാമത്തെ പേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. 2-ാം കൊല്ലമായപ്പോൾ ഫാറൂഖ് കോളേജ് സ്റ്റാർട്ട് ചെയ്ത് 2-ാം കൊല്ലമായപ്പോൾ സംഗതി എന്തായിരുന്നു? എൻഡോമെന്റ് ഫണ്ട് പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് മദിരാസി സർവകലാശാല ഓർമ്മക്കുറിപ്പുകൾ അയച്ച് നിർബന്ധിച്ചു തുടങ്ങി. ധനശേഖരണത്തിന് കൊണ്ടുപിടിച്ചുള്ള ശ്രമം നടക്കുകയായിരുന്നു. എല്ലാ വാതിലുകളും മുട്ടിക്കൊണ്ടിരുന്നു. എത്രയായിട്ടും എല്ലാ ആവശ്യങ്ങൾക്കും പണം തികയ്ക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അഫിലിയേഷൻ എൻഡോമെന്റ് കിട്ടിയിരുന്നുമില്ല. ഈ സന്ദർഭത്തിലാണ് ഇവര് സിദ്ദീഖ് സേഠിനെ പോയി കാണുന്നത്. സിദ്ദീഖ് സേഠിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 109-ാമത്തെ പേജിൽ ആ വിഷയം കാണാൻ പറ്റും. തുടർന്നുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി കൊച്ചിയിലെ സിദ്ദീഖ് സേഠ് വൈപ്പിൻകരയുടെ വടക്കേ അറ്റത്ത് നിങ്ങൾ വായിച്ചു നോക്കാൻ 404 ഏക്കർ തന്നിരുന്നു. ആ 404 ഏക്കറിൽ അദ്ദേഹം അതിന് 1 ലക്ഷം ഉറുപ്പിക വില നിശ്ചയിച്ചു. അപ്പോൾ ഇവർക്ക് എൻഡോമെന്റിന് വേണ്ടിയിട്ട്, അഫിലിയേഷന് വേണ്ടിയിട്ട് 1 ലക്ഷം ഉറുപ്പിക എവിടെയായി? അത് കഴിഞ്ഞ് തുടർന്ന് വന്നിട്ടുള്ള ആളാണ് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ 112 ഏക്കർക്ക് 1 ലക്ഷം രൂപ ഇദ്ദേഹം അതിന് വില കൽപ്പിച്ചു. അങ്ങനെ ഇവിടെ 2 പേരുടെ കിട്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയും മറ്റുള്ള പ്രോപ്പർട്ടിയും ഒക്കെ ആയിട്ട് ഇപ്പൊ ടോട്ടൽ എത്രയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ വായിക്കാൻ പറ്റും. പ്രസ്തുത ഭൂമിയും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ ഭൂമിയും കൂടി ദാനമായി ലഭിച്ചത് കഴിഞ്ഞപ്പോൾ സർവകലാശാലയുടെ നിബന്ധന പ്രകാരമുള്ള എൻഡോമെന്റിന്റെ സിംഹഭാഗവും പൂർത്തിയായി. കൃത്യമായി പറഞ്ഞാൽ 1,70,000 ഉറുപ്പികയുടെ കടപ്പത്രവും 2,64,000 ഉറുപ്പികയുടെ ഭൂസ്വത്തും ഉൾപ്പെടെ 4,34,000 ഉറുപ്പികയുടെ എൻഡോമെന്റ് ആസ്തികൾ,
അത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ എൻഡോമെന്റ് ആസ്തികൾ. ബാക്കി തുക കൂടി അടക്കണമെന്ന് തുടരെ സർവകലാശാല ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി തുക എത്രയാണ് അവർ കൊടുക്കേണ്ടത്? 66,000 രൂപ. അന്നത്തെ 66,000 കോടികളാണത്. സർവകലാശാല അക്കാര്യത്തിൽ പിന്നെ ദാക്ഷിണ്യം കാണിക്കുകയും ചെയ്തു. ചോദിച്ച് സർവകലാശാല തോറ്റ്. അവസാനം ഇവർ സർവകലാശാലക്ക് പൈസ കൊടുക്കാതെ ഫാറൂഖ് കോളേജ് പറ്റിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, ഈ പറഞ്ഞിട്ടുള്ള 108ന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2ാം കൊല്ലമായപ്പോൾ എൻഡോമെന്റ് ഫണ്ട് പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് മദ്രാസ് സർവകലാശാല ഓർമ്മക്കുറിപ്പുകൾ അയച്ച് നിർബന്ധിച്ചു തുടങ്ങി. ഈ സമയത്താണ് സിദ്ദീഖ് സേഠ് അദ്ദേഹത്തിന്റെ സ്വത്ത് ഇവർക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സ്വത്ത് സിദ്ദീഖ് വഖഫ് ചെയ്തിരിക്കുന്നത്? അതിനകത്ത് ഇവർ നിർബന്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നിങ്ങൾ ക്രയവിക്രയവും കാണിക്കണം, വിലയും കാണിക്കണം. എന്തിനു വേണ്ടി? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ, ഇദ്ദേഹമാണ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ. ഇദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇദ്ദേഹമാണ് നിർദ്ദേശിച്ചത് ആ ഡോക്യുമെന്റിനകത്ത് ക്രയവിക്രയവും വേണം, അതിന്റെ വിലയും കാണിക്കണമെന്ന്. അങ്ങനെയാണ് സിദ്ദീഖ് സേഠിനെ നിർബന്ധപൂർവം ഫാറൂഖ് കോളേജ് ക്രയവിക്രയം എഴുതിപ്പിച്ചതും അതേപോലെ തന്നെ അതിന്റെ വില എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നതും ഇവർ തന്നെയാണ്. അപ്പോഴാണ് സിദ്ദീഖ് സേഠ് സ്വന്തം ഇഷ്ടത്തിന് ഫാറൂഖ് കോളേജ് അത് വിറ്റ് പുട്ടടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് സിദ്ദീഖ് അതിനകത്ത് തന്റെ വക ഒരു വാക്യം കൂടി കൂട്ടിച്ചേർത്തു. അതായത് എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞിട്ടുള്ള ഫാറൂഖ് കോളേജിന് അഫിലിയേഷൻ കിട്ടി ഇത് മുമ്പോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വഖഫ് തന്നിലേക്കും തന്റെ സന്താന പരമ്പരകളിലേക്കും മടങ്ങും. അപ്പോൾ ഫാറൂഖ് കോളേജിന്റെ മുത്തവല്ലി സ്ഥാനം നഷ്ടപ്പെട്ട് സിദ്ദീഖിന്റെ മക്കളായിരിക്കും അതിന്റെ മുത്തവല്ലി എന്നാണ് എന്നിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ മായൻകുട്ടി മേത്തറും അതേപോലെ തന്നെ ഈ കമ്മീഷണറും മനസ്സിലാക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് സിദ്ദീഖ് സേഠിന്റെ അടുത്ത് ഇത് വഖഫ് മേടിക്കുന്നതും ആ വഖഫ് ക്രയവിക്രയാധികാരം ഉണ്ട് എന്ന് എഴുതിയെങ്കിൽ മാത്രമേ ഇത് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖിനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് ഇതിനകത്ത്. സിദ്ദീഖ് സേഠിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിശാല മനസ്കനായിരുന്നു, ആരെയും വിശ്വസിക്കുന്ന ഒരു ടൈപ്പായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് മട്ടാഞ്ചേരിയിൽ സ്റ്റാർ മൂല എന്ന് പറയുന്ന സ്ഥലത്ത് 1.5 ഏക്കർ സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ വലിയ മാളിക നിലനിന്നിരുന്നു. ആ മാളികയുടെ പിന്നിൽ വേറൊരു വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. സിദ്ദീഖ് സേഠ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്വത്തൊക്കെ വിറ്റ് അദ്ദേഹം എറണാകുളത്തേക്ക് പുല്ലപ്പടിയിലേക്ക് താമസം മാറ്റി. ഈ സിദ്ദീഖ് സേഠിന്റെ മട്ടാഞ്ചേരിയിലെ വീടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരെയായിട്ട് പറവാനമുക്ക് ഭാഗത്തായിക്കൊണ്ട് 1/2 ഏക്കർ സ്ഥലത്ത് ഇലിയാസ് ഗാർഡൻ എന്ന പേരിൽ ഒരു വലിയ മാളിക ഉണ്ടായിരുന്നു. ആ മാളിക ജൂനസ് ആദം സേഠ് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. ആ ജൂനസ് ആദം സേഠിന്റെ മകളാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ ജനിച്ചത് അവിടെയാണ്. അവരുടെ സഹോദരൻ JA അഹമ്മദ് സേഠ്, ജൂനസ് ആദം അഹമ്മദ് സേഠ് എന്ന് പറയുന്ന വ്യക്തി. അതിനടുത്തായിട്ട് അദ്ദേഹം KR സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ ഈ സേഠുമാരുടെ കുടുംബ ഹിസ്റ്ററിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ സിദ്ദീഖ് സേഠിനെ അവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടാണ് ഈ ഡോക്യുമെന്റിനകത്ത് ക്രയവിക്രയാധികാരം എഴുതി വെപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പത്ര റിപ്പോർട്ടിൽ സഖാവ് MK മേത്തർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വായിക്കാൻ നമുക്ക്: വഖഫ് സ്ഥിരം കൈമാറ്റമാണെന്ന് അറിയാവുന്ന ഉടമ ക്രയവിക്രയ അധികാരം നൽകിയത് തന്നെ ഇതിന് തെളിവാണ്. എന്തിന് തെളിവാണ്? ഫാറൂഖ് കോളേജിന് ഇത് വിറ്റ് പുട്ടടിക്കാനുള്ള തെളിവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സിദ്ദീഖിനെ കൊണ്ട് ഇത് എഴുതിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, വഞ്ചകരായിട്ടുള്ള ഈ ഫാറൂഖ് കോളേജ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ ഈ സഖാവ് MK മേത്തറോട് ചോദിക്കുകയാണ്, സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. ഈ പറഞ്ഞിട്ടുള്ള സിദ്ദീഖ് സേഠിന്റെ വഖഫ് ഡീഡിനകത്ത് ഇങ്ങനെ ഒരു വാക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക: ഈ സ്വത്തിന് ക്രയവിക്രയാധികാരം ഇല്ല എന്ന് എഴുതി എന്ന് വിചാരിക്കുക. നിങ്ങളൊരു വക്കീലല്ലേ, പറയൂ എന്താണ് ഈ ഡോക്യുമെന്റ് വാലിഡിറ്റി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് ഈ ഡോക്യുമെന്റ് വഖഫല്ല, ഇത് ഇൻവാലിഡ് ആണ് ഈ ഡോക്യുമെന്റ്. കാരണം ക്രയവിക്രയാധികാരം വഖഫ് സ്വത്തിന് നിർബന്ധമാണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്, അതാരും എഴുതാറില്ല എന്ന് മാത്രം. അങ്ങനെ സിദ്ദീഖ് ഇതിന് ക്രയവിക്രയാധികാരം ഇല്ല എന്ന് എഴുതിയിരുന്നെങ്കിൽ ഈ സ്വത്ത് വഖഫാവുകയില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാ മുസ്ലിം പണ്ഡിതന്മാർക്കും അറിയാം, മുസ്ലിം അല്ലാത്തവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ക്രയവിക്രയാധികാരം വഖഫിന് ഉണ്ടാകണമെന്ന് പറയാൻ കാരണം? ഒരാൾക്ക് ഒരു സ്വത്തുണ്ട്, ഒരു വെള്ളക്കെട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തരിശു ഭൂമിയോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചതുപ്പു നിലമോ, 2 കോടി രൂപ സ്വത്തിന്റെ സെന്റിന്റെ വില കണക്കാക്കുമ്പോൾ 2 കോടി രൂപയുണ്ട്. ആ കിടപ്പ് അവിടെ കാലാകാലം കിടന്നാലും 10 പൈസ വരുമാനം ഉണ്ടാവില്ല. അതിനെ വഖഫായി നിലനിർത്താൻ പാടില്ല, അതിനെ വിൽക്കണം. 2 കോടി രൂപക്ക് അതിനെ വിറ്റതിന് ശേഷം
റോഡ് സൈഡിലേക്ക് വന്ന് 5 സെന്റോ 10 സെന്റോ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു 10 കടമുറി പണിത് അതിൽ നിന്ന് 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റുമായി മുത്തവല്ലി വഖഫ് ബോർഡിനെ സമീപിക്കുമ്പോൾ വഖഫ് ബോർഡ് അതിന് അനുമതി കൊടുത്തിരിക്കണം. ഇതാണ് ക്രയവിക്രയം എന്ന് പറയുന്നത്. ഇനി മുനമ്പത്തെ വിഷയമായി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുത്തവല്ലി ആയിട്ടുള്ള ഫാറൂഖ് കോളേജ് വഖഫ് ബോർഡിനെ സമീപിക്കുന്നു, പറയുന്നു ഈ മുഹമ്മദ് സിദ്ദീഖിന്റെ അദ്ദേഹത്തിന്റെ അഭിലാഷപ്രകാരം എന്റെ ആത്മശാന്തിക്ക് വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് 3 സ്റ്റെപ്പായിട്ട് 100 ഏക്കർ 300 ഏക്കർ വിൽക്കും. എന്നിട്ട് ഞങ്ങൾ ഇതിനെ 100 ഏക്കറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും. ഒരു പ്ലാൻ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് വഖഫ് ബോർഡിന്റെ അടുത്ത്. ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാവും, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവും, ലോ കോളേജ് ഉണ്ടാവും, നഴ്സിംഗ് കോളേജുകൾ ഉണ്ടാവും. അവിടെ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും താമസിക്കാൻ സമുച്ചയങ്ങൾ ഉണ്ടാകും. അവിടെയുള്ള ഫീസ് എന്ന് പറയുന്നത് ഭൂരിഭാഗം വെറുതെ പഠിപ്പിക്കലും ചെറിയ ഫീസിൽ പഠിപ്പിക്കുകയും ചെയ്യുമെന്നൊരു പ്രോജക്റ്റുമായിട്ട് ഫാറൂഖ് കോളേജിന്റെ മുത്തവല്ലി വഖഫ് ബോർഡിനെ സമീപിച്ചാൽ വഖഫ് ബോർഡ് അതിന് അനുമതി കൊടുത്തിരിക്കണം. 300 ഏക്കർ വിൽക്കാൻ പറ്റും. 300 ഏക്കർ വിറ്റിട്ട് 100 ഏക്കർ ഡെവലപ്പ് ആക്കും. ഇതിനാണ് ക്രയവിക്രയം എന്ന് പറയുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് സഖാവ് MK മേത്തർക്ക് അറിയാം. പക്ഷെ അദ്ദേഹം അവിടെ ഒരു ഞാണിന്മേൽ കളിയാണ് കളിച്ചിരിക്കുന്നത്. കമ്മീഷണറുടെ മുൻപിൽ ക്രയവിക്രയാധികാരമുണ്ട്, അതുകൊണ്ട് വിറ്റു. ക്രയവിക്രയാധികാരത്തിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിന് അനുവാദം ഉണ്ടാകണം. അത് അന്ന് വഖഫ് ബോർഡില്ല. എന്നാൽ 1961 എറണാകുളത്ത് വഖഫ് ബോർഡ് സുസ്ഥാപിതമായി. പിന്നെ അതിനുശേഷം വിൽക്കുന്നതൊക്കെ അവരുടെ അനുവാദം ചോദിച്ചിട്ട് വേണം വിൽക്കേണ്ടത് എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി പോലും ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന്. അപ്പോൾ ക്രയവിക്രയാധികാരം എന്ന ഒരു വാക്കുള്ളത് കൊണ്ട് ഇത് വഖഫല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഞാണിന്മേൽ കളിയുണ്ടല്ലോ, ഇത് സഖാവ് MK മേത്തർ നിർത്തിവെക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിനോട് വളരെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ്. വഖഫ് സ്വത്തിൽ ക്രയവിക്രയാധികാരം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് അതിനെ 45 രൂപക്ക് വരെ വിറ്റിട്ടുണ്ട് വരീതെന്ന് പറയുന്ന ആൾക്ക്. ചിലർക്ക് 200 രൂപക്കും ചിലർക്ക് 300 രൂപക്കുമൊക്കെ ഈ വഖഫ് സ്വത്ത് നശിപ്പിക്കാൻ വേണ്ടി വിറ്റതുപോലെ വിറ്റു. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ സംസാരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത്. സിദ്ദീഖ് സേട്ട് വളരെയധികം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്, സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ധർമ്മിഷ്ഠനാണ്. അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ പള്ളി ഇന്ന് കൊച്ചിയിൽ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളതാണ് ആ പള്ളി. അദ്ദേഹം ദീനിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, വളരെ ധനാഢ്യനായിരുന്നു. 2-3 വാഹനങ്ങളൊക്കെ അക്കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി ഞാൻ സഖാവ് MK മേത്തറോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മേത്തർ സാഹിബേ, നിങ്ങളൊന്ന് പറയുക, നിങ്ങളുടെ പിതാവാണ് ഈ 404.76 വഖഫ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം? അവിടെയാണ് നിങ്ങൾ കൊണ്ടുവരിക വടികടത്തി ഫത്വ. എന്താണ് വടികടത്തി ഫത്വ എന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ തന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കാരണം ഒരു 5-8 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ തോന്നിവാസം ജീവിക്കുന്നവരായിരുന്നു. പള്ളിയിൽ പോക്കൊക്കെ വളരെ അപൂർവമായിരുന്നു. അവരെ തോന്നുമ്പോൾ സെല്ലിന്നാ പറയാ. അവർക്ക് തോന്നുമ്പോൾ അവർ സെല്ലിയാക്കും, നിസ്കരിക്കും. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് അവർ മനമാറ്റം ഉണ്ടായി. ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് നന്നാവണമെന്ന് തോന്നി. എല്ലാ തോന്നിവാസങ്ങളും വിട്ടുകളഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ദീനിൽ കൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കണം എന്നവരുടെ മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ ഒരു ആലിമിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഹദരത്ത്, ഞങ്ങളൊരു 5-8 പേര് ചെറുപ്പക്കാര് കുറെ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും പറയാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള തോന്നിവാസങ്ങളാണ്. പക്ഷെ ഞങ്ങൾ മാനസാന്തരം ഉണ്ടായി, ഞങ്ങൾക്ക് നന്നാവണം, ഞങ്ങൾ എന്താണ് കഫാർ, അതായത് ഞങ്ങൾ ഇത് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രായമുള്ള ആലിം, അദ്ദേഹം വടി കുത്തി നടക്കുന്ന ഒരാളാണ്. ആ വടി അദ്ദേഹം താഴെ കുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ വടി മൂടാനും മാത്രം അരി ഇടുക നിങ്ങൾ, ഒരു പൊലി പോലെ. എന്നിട്ട് ആ അരി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക. അതിൽ നല്ലൊരു ഭാഗം എനിക്കും അവകാശപ്പെട്ടതാണ്, ഞാനും പാവപ്പെട്ടവൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരിൽ ഒരാൾ പറയുകയാണ്, ഉസ്താദെ, നിങ്ങളുടെ മകൻ ഇർഫാനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇർഫാന്റെ പങ്ക്, അരി മേടിക്കാനുള്ള ഇർഫാന്റെ പങ്ക് ഉസ്താദ് തരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇർഫാൻ ഉണ്ടെങ്കിൽ ഫത്വ വേറെയാണ്. അപ്പോ വടി ഇങ്ങനെ നിൽക്കണം എന്നില്ല, വടി ഇങ്ങനെ താഴെ കിടത്തിയിട്ടിട്ട് അതിന്റെ മുകളിൽ അരിയിട്ട് മൂടിയാൽ മതി. രണ്ടായാലും വടി മൂടുന്നത്ര അരി ഇടുക എന്നാണല്ലോ ഫത്വ. അതുകൊണ്ട് നിങ്ങൾ വടി മൂടുന്നത്ര അരി കിടത്തിയിട്ടതിന് ശേഷം വിതരണം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മായൻകുട്ടി മേത്തറുടെ പിതാവാണ് ഇത് വഖഫ് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം എന്ത് പറയുന്നറിയാമോ? ഇത് വഖഫ് തന്നെയാണ്,
കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആടിന്റെ മേലിൽ നിന്ന് പൂട പോകുന്നത് പോലെയാണ് മുനമ്പത്തുള്ള ആളുകളെ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്. കാരണം നമ്മളിവിടെ പത്ര റിപ്പോർട്ടിൽ കണ്ടു 100 ചില്ലാനം ഏക്കർ പുറമ്പോക്ക് ആളുകൾ കയ്യേറി മുനമ്പത്ത്. അതുകൂടാതെ നമ്മൾ കണ്ടു പത്ര റിപ്പോർട്ട് 300 കോടി രൂപയുടെ സ്വത്ത് കയ്യേറി മുനമ്പത്ത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ 100 കണക്കിന് ഏക്കർ മുനമ്പത്ത് കിടക്കുമ്പോൾ മുനമ്പത്തുള്ള ഈ പറഞ്ഞിട്ടുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആടിന്റെ മേലെ നിന്ന് പൂട പോകുന്നത് പോലെയാണ്. അവർക്കത് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്ത് വഖഫായി നിലനിൽക്കുകയും സിദ്ദീഖ് സൈറ്റിന് അനന്തരാവകാശികൾ അതിന്റെ മുത്തവല്ലിമാരായി വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഒരു നഗരമായി മാറും. ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാവും. ആ നാട് പുരോഗമിക്കും. മുസ്ലിങ്ങൾക്കെന്ന് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ പ്രയോജനമാകുന്ന രീതിയിൽ ഇത് വഖഫായിട്ട് നിലനിൽക്കും. ഇങ്ങനെയല്ലേ മേത്തറെ ചിന്തിക്കേണ്ടത്? പകരം നിങ്ങൾ നിസ്സാര പൈസക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നില്ല. നിങ്ങൾ ദീൻ പറഞ്ഞു നടക്കുന്ന ആളാണല്ലോ, മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്നറിയാമോ? നിങ്ങൾ മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴും അതേപോലെ തന്നെ ദുനിയാവിയായിട്ടുള്ള കോടതി വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ശരിയായിട്ടുള്ള ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം അതാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഇസ്ലാം പറയുന്നത് ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, നിങ്ങളടുത്ത് ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിയാതെ ഒരു ജനതയ്ക്ക് ആപത്ത് വരുത്തി തീർക്കുകയും എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരാതിരിക്കാൻ വേണ്ടിയും. ഇത് മേത്തർക്ക് ശരിക്ക് സൂട്ടാവുന്നൊരായത്താണ്. നിങ്ങൾ ഇതിനു വേണ്ടി വാദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് അവിടെ താമസിക്കുന്നവർക്ക് കൊടുത്ത് അവിടെ താമസിക്കുന്നവരുടെ താമസമാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചിന്തിക്കും, യാ അല്ലാഹ്, ഇത് വഖഫായി നിലനിന്നിരുന്നെങ്കിൽ ഖിയാമത്ത് നാളും വരുന്നവരുടെയും പ്രാർത്ഥന എനിക്ക് ലഭിക്കുമായിരുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ഖേദിക്കും. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ഖേദിക്കാൻ ഇടവരരുത് എന്ന് ഈ ആയത്ത് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. ചിന്തിക്കുമേത്രേ, ചിന്തിക്ക്. നിങ്ങൾക്ക് ബുദ്ധി അല്ലാഹ് തന്നിട്ടില്ലേ? അത് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഫാറൂഖാണ് വഞ്ചകർ. അവർ വഞ്ചിച്ചിരിക്കുകയാണ്. സിദ്ദീഖ് സൈറ്റിനെ കൊണ്ട് എഴുതിച്ചിരിക്കുകയാണ്. സിദ്ദീഖ് സൈറ്റ് നമ്മൾ പറയില്ല വായിൽ വാക്കിട്ട് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ സിദ്ദീഖ് സൈറ്റിനെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സഖാവ് MK മേത്തറോട് വളരെയധികം ബഹുമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്, സുഹൃത്തെ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് മാറ്റം വരും. ഇത് അള്ളാഹുവിന്റെ സ്വത്താണ്. അള്ളാഹുവിന്റെ സ്വത്തിനെ കൊണ്ട് കളിക്കുന്ന മുത്തവല്ലിമാരുടെ സന്താന പരമ്പരകളിൽ മാനസിക രോഗികൾ അള്ളാഹു ഉണ്ടാക്കിയതായിട്ട് എന്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ഇസ്ലാമികമായിട്ട് ബേസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിലും വസ്തുതയാണത്. കാരണം ഞങ്ങളുടെ കുടുംബത്തിലുള്ള പല കഥകളും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പല പല മുത്തവല്ലിമാരുടെയും മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കൾ മാനസിക രോഗികളായിട്ട് ഉള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ സഖാവ് മേത്തറെ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുക എന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം ഒരു വാണിംഗ് നൽകിക്കൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.